ഒരാഴ്ചയിൽ നടന്ന വാർത്താ ചിത്രങ്ങളുടെ ഒരു തിരിഞ്ഞുനോട്ടം. നമസ്കാരം, വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. അംഗനവാടി ടീച്ചർക്ക് നാട്ടുകാരുടെ സ്നേഹാദരം ഏറ്റുവാങ്ങിയത് കക്കാട് അംഗനവാടിയിലെ ജയലക്ഷ്മി ടീച്ചർ. മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിക്കുന്നുവെന്ന് EP. കൂടിക്കാഴ്ച ഇപ്പോഴും ചോദ്യചിഹ്നം. മേയർ ആര്യയ്ക്ക് നേരെ സൈബർ ആക്രമണമെന്ന് VK സനോജ്. ഡിവൈഎഫ്ഐ കൂടെ ഉണ്ടാകുമെന്നും സനോജ്. വേറിട്ട നിർമ്മിതികളുമായി ഷമൽ. കളിമണ്ണിൽ വിരിയുന്ന ശില്പചാരിത കാണാം ഈ കൈകളിൽ. EPയെ പാർട്ടി സംരക്ഷിക്കും, ഇല്ലെങ്കിൽ പിണറായി ജയിലിൽ പോകേണ്ടി വരുമെന്ന് K സുധാകരൻ. ഡീൽ മാഷോട് ഉപമിച്ച് ഗോവിന്ദനെ. ഒപ്പം ഏവരെയും പാർട്ടിയിലേക്ക് ക്ഷണിച്ചും PK കൃഷ്ണദാസ്. ഇനി വരൾച്ചയുടെ കാലഘട്ടമോ? മഴയുടെ കണക്കുകൾ ഭീമമായി കുറഞ്ഞതായി കാലാവസ്ഥാ വകുപ്പ്. OV നാരായണന് വിടചൊല്ലി സാംസ്കാരിക കേരളം. നഷ്ടമായത് കർഷകരുടെ നേതാവിനെയെന്ന് പ്രമുഖർ. എളിയാവൂരിന്റെ ആദരം ഏറ്റുവാങ്ങി വിനോദ് കുമാർ. ഇത് രാജ്യകാവലാൾക്ക് ജനത നൽകിയ ആദരം. മകന്റെ ഓർമ്മയ്ക്കായി ചിത്രമതിൽ തീർത്ത് ഒരമ്മ. പൂവണിഞ്ഞത് ഒരു യുവ കലാകാരന്റെ പൊഴിമ പോയ സ്വപ്നങ്ങൾ. മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റ്. ഇപ്പോൾ ഇമ്മാനുവൽ സന്ദർശിച്ചാൽ കൈനിറിയ സമ്മാനങ്ങൾ നേടാം. നോക്കാം വിശദമായ വാർത്തകൾ. സർവീസിൽ നിന്നും വിരമിക്കുന്ന അംഗനവാടി ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് PK അൻവർ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ അർബൻ ICDSന് കീഴിലുള്ള സെന്റർ നമ്പർ 24 കക്കാട് അംഗൻവാടിയിൽ നിന്നും വിരമിക്കുന്ന K ജയലക്ഷ്മി ടീച്ചർക്കാണ് പ്രദേശവാസികൾ യാത്രയയപ്പ് നൽകിയത്. നമ്മുടെ തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ പഠിപ്പിച്ച ജോസ് ഡി സുജീവ് അറിയായിരിക്കും നിങ്ങൾക്കല്ല. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് കിട്ടി. അതുപോലെ വലിയ വലിയ അറിയപ്പെടുന്ന ആളുകൾക്ക് വലിയ വലിയ അവാർഡുകൾ. മദർ തെരേസയ്ക്ക് നോബൽ പ്രൈസ് കിട്ടി. അവർ രോഗികളുടെ അശരണരുടെ ഇടപെട്ടത്, അവരുടെ കണ്ണീരൊക്കെ. അതുപോലെ അല്ലെങ്കിലും അത്രയും വലിയ അവാർഡുകൾ, ഔദ്യോഗികമായ അവാർഡുകൾ അല്ലെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള അവാർഡ് തീർച്ചയായും ഈ സൗത്ത് ബസാർ ഡിവിഷനിലുള്ള മുഴുവൻ വീടുകളിലെയും ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ചിത്രം ആ ടീച്ചറെ മനസ്സിലിട്ട് ഒരിക്കലും മായ്ച്ചു കളയാൻ പറ്റാത്ത ഓർമ്മകൾ. ഈ കുട്ടികളെല്ലാം വളർന്ന് വലിയവരാകുമ്പോൾ ടീച്ചർ ഓർക്കും. ടീച്ചറാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിത്തറ, വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭിച്ച പണം ഉപയോഗിച്ച് ഹൈടെക്കായി ഉയർത്തിയ അംഗനവാടിയാണ് കക്കാട് സെന്റർ നമ്പർ 24 അംഗനവാടി. ഇവിടെ 24 വർഷത്തെ സേവനം അനുഷ്ഠിച്ച ടീച്ചറാണ് K ജയലക്ഷ്മി. കുട്ടികൾക്ക് പ്രിയപ്പെട്ട ടീച്ചർ വിരമിക്കുന്നതിന് ഒരു ദിവസം മുൻപാണ് പ്രദേശവാസികൾ യാത്രയയപ്പ് നൽകിയത്. കൂടെ സ്നേഹോപഹാരവും കൈമാറി. അംഗനവാടി അധ്യാപിക എന്ന നിലയിൽ വിവിധ കേന്ദ്രങ്ങളിലായി 42 വർഷത്തെ സേവനമാണ് ജയലക്ഷ്മി ടീച്ചർ പൂർത്തിയാക്കുന്നത്. കക്കാട് സെൻട്രൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി CK മനോജ് അധ്യക്ഷത വഹിച്ചു. പുത്തൻപുരിയിൽ ലീല ടീച്ചർ പൊന്നാട് അണി. പ്രസിഡന്റ് വിനോഭായി പ്രഭാകരൻ മംഗളപത്രം കൈമാറി. കാരായി ദിവാകരൻ, PM ബാബുരാജ്, മുൻ കൗൺസിലർ E ബീന, M സത്യൻ, P കൃഷ്ണൻ, ഗിരിജ, A ശ്രീജ, വസുമതി ദാമോദരൻ, പ്രീതി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു. ടീച്ചറെ 42 വർഷത്തെ ഔദ്യോഗിക ജീവിതം, 25 വർഷം ഇവിടെ, ഇപ്പോൾ നാളെ റിട്ടയർമെൻറ്റ്. ടീച്ചർക്ക് ഇത്രയും ചെറിയ കുട്ടികളെ പരിശീലിപ്പിച്ച് എടുത്ത് നാളത്തെ നമ്മുടെ സമൂഹത്തിന് നിലത്തൂണാവേണ്ട കുട്ടികളാണ് ഇന്ന് ടീച്ചർ പരിശീലിപ്പിക്കുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ ഈ നാട്ടിലുള്ള കക്കാടുള്ള സാധാരണ ഈ നാട്ടുകാരുടെ സ്നേഹാദരത്തിന് വേണ്ടി ടീച്ചർക്ക് എന്ത് തോന്നുന്നു? വളരെ വളരെ സന്തോഷമുണ്ട്. അതിലേറെ നന്ദി അർപ്പിക്കുന്നു. ഇത്രയും ജനങ്ങൾ, ഈ കക്കാട് വാർഡിലുള്ള മുഴുവൻ ജനങ്ങളും എന്നോട് സഹകരിച്ചത്. ഞാൻ ഓരോരോ കാര്യത്തിന് ഇവരെ ഓരോ വീട്ടുപടിക്കലും പോയിട്ട് എല്ലാവരോടും പറഞ്ഞ് ചെയ്ത കാര്യങ്ങളാണ്. എല്ലാ ആനുകൂല്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ഇവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ICDS മുഖാന്തരം കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും നേടിക്കൊടുത്തിട്ടുണ്ട്. ഓരോ പെൻഷനുകൾ ഏതൊക്കെ വിധത്തിലുള്ള പെൻഷനുകളാണ്, 5-6 വീതം പെൻഷൻ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും നേടിക്കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നൽകിയ ഈ യാത്രയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. അംഗൻവാടിയിലെ ടീച്ചർക്ക് ഉണ്ടായ അനുഭവങ്ങളൊക്കെ എല്ലാം വളരെയേറെ സന്തോഷം. എല്ലാ കുട്ടികളോടുള്ള ജീവിതം വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചത്. എന്ത് വന്നാലും എനിക്ക് ഒരു ദൃശ്യമില്ല. വീടിനെ പറ്റി ഒരു ചിന്തയും ഇല്ലാതെ ഞാൻ അംഗൻവാടിക്ക് മാത്രമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ടീച്ചർ നാളെ മുതൽ വിശ്രമ ജീവിതത്തിൽ നാളെ മുതൽ വിശ്രമ ജീവിതം അതെങ്ങനെയായിരിക്കും എനിക്ക് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല. കുട്ടികളെ വിട്ടുപോകുന്നത് വളരെയേറെ വിഷമമുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഇനി അറിയുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയുന്നില്ല. സർ, ടീച്ചർ ഇപ്പോൾ നാളെ റിട്ടയർമെൻ്റ് ആണ്. അപ്പം സ്വാഭാവികമായിട്ടും ഈ നാട്ടുകാർക്ക് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും. കാരണം പ്രയാസം വേറൊന്നുമല്ല, ഒരു സങ്കടം ടീച്ചറെ വിട്ടു പോകുന്നെന്നുള്ളത്. എങ്ങനെ കാണുന്നതിന്? ടീച്ചർ വാസ്തവത്തിൽ നമ്മുടെ ഈ അംഗൻവാടി ടീച്ചർമാരുടെ കൂട്ടത്തിൽ ഒരു റോൾ മോഡലാണ്.
ഞങ്ങളെ കക്കാട് അംഗൻവാടി മുമ്പ് തുടങ്ങിയത് ഒരു വീട്ടിലെ വരാന്തയിലായിരുന്നു. അന്ന് 2-3 കുട്ടികളെ മാത്രം വെച്ചുകൊണ്ട് തുടങ്ങിയതാണ്. അന്ന് ഞാൻ കൗൺസിലറായിരുന്നു. അത് ഒരു 10-20 വർഷം മുമ്പാണ്. അന്ന് ടീച്ചർക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തു, നമുക്ക് ഒരു അംഗൻവാടി കെട്ടിടം സ്വന്തമായിട്ട് തുടങ്ങണം. അങ്ങനെയാണ് ഈ കാണുന്ന കെട്ടിടം നമ്മൾ തുടങ്ങിയത്. അന്ന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളെല്ലാം ഉണ്ടായിരുന്ന എല്ലാം ടീച്ചർ ഞങ്ങളുടെ കൂടെ നിന്നു. ഞങ്ങൾ നാട്ടുകാരെല്ലാവരും ഒന്നിച്ച് നിന്ന് ആ കെട്ടിടം, മനോഹരമായൊരു കെട്ടിടം അംഗൻവാടിക്ക് പണിതു. കോർപ്പറേഷൻ്റെ ഫണ്ടിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയുടെ ഫണ്ട് ഒരു 5 ലക്ഷം രൂപ ഉപയോഗിച്ച് അത് ഹൈടെക് ആക്കി. ഇന്ന് കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ ഏറ്റവും നല്ല അംഗൻവാടി ഏത് എന്ന് വെച്ചാൽ കക്കാട് അംഗൻവാടിയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ആ രൂപത്തിൽ ആ അംഗൻവാടിയെ വളർത്തിയെടുക്കുന്നതിൽ ബഹുമാനപ്പെട്ട ടീച്ചർ ജയലക്ഷ്മി ടീച്ചർ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ അവർ കുട്ടികളെ കൂടെ ഇരുന്ന് അവരുടെ മനസ്സറിഞ്ഞ് അവരെ ചെറിയ കുരുന്ന് പ്രായത്തിൽ തന്നെ അവരെ വലിയൊരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അടിത്തറവാകാൻ ടീച്ചർക്ക് സാധിച്ചു. അത് ഏറ്റവും നല്ല അധ്യാപന രീതി ഒരു കലയായി കൊണ്ടു നടന്ന ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ ബഹുമാന്യനായ ജയലക്ഷ്മി ടീച്ചർ. അവരെ ഒരു കാലത്തും ഈ പ്രദേശത്തുള്ള ആളുകൾ മറക്കുകയില്ല. ആ രൂപത്തിൽ അവർ വലിയ ഉയരങ്ങളിലേക്ക് ജനങ്ങളെ മനസ്സിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരുടെ യാത്രയപ്പ് ഒരു ഉത്സവം പോലെയാക്കിയിട്ടാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങളീ കാണുന്നത് മുഴുവൻ ഈ നാട്ടിലെ മുഴുവൻ ഓരോ വീട്ടിലെയും ആളുകളാണ്. അവരൊരു ഉത്സവം പോലെയാണ് ഇത് ആഘോഷിക്കുന്നത്. അതുതന്നെയാണ് അവരുടെ വിജയവും. ബിനേഷ് അഴീക്കോടിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിച്ചു കൊടുക്കുന്നു എന്ന് ഇ.പി. ജയരാജൻ. ജാവ്ദേക്കറും നന്ദകുമാറും ഫ്ളാറ്റിലേക്ക് കയറി വന്നെന്ന് മുന്നറിയിപ്പില്ലാതെ താൻ അങ്ങോട്ട് പോയി ആരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നും ഇ.പി. പറഞ്ഞു. വാർത്തകൾ നൽകുമ്പോൾ സത്യമുണ്ടോ എന്ന് പരിശോധിച്ച് മാത്രം നൽകണമെന്നും ഇ.പി. കൂട്ടിച്ചേർത്തു. ഏത് ആളുകൾ ചിലപ്പോൾ വളരെ സത്യസന്ധമായിട്ടുള്ള പരാതിയായിരിക്കും കേൾക്കും. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിക്കുമ്പോൾ അതൊന്നും കേൾക്കണ്ടേ? ഇപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഒരു വാർത്ത അവരിപ്പോൾ ഇത് ട്രോൾ അടിച്ചിട്ടുണ്ട്. വൈദികം അവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നത് മാർച്ച് മാസം 1-ാം തീയതി. അതുകൊണ്ടാണ് 5-ാം തീയതി ജാവേദ്കറെ കണ്ടായിരുന്നു. അവിടെ ഇന്ന് വരെ ഒരു ഇൻകം ടാക്സ് റെയ്ഡും ഉണ്ടായിട്ട് റെയ്ഡ് നടക്കുന്ന കാര്യം എന്താണെന്ന് അവിടെ ഇൻകം വേണ്ടേ? അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ഷെയർ കമ്പനി നമ്മൾ നെറ്റിൽ നോക്കിയാൽ അതിൻ്റെ എല്ലാ വിവരങ്ങളും. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിയും കഴിവും ശക്തിയും കൊണ്ട് ഇത്തരത്തിലുള്ളതിനെല്ലാം പ്രതിരോധിക്കാൻ ജാഗ്രതയോടുകൂടി പരമാവധി ശ്രമിക്കാറുണ്ട്. പിന്നെ നമ്മളൊക്കെ മനുഷ്യരില്ലേ, ഒരുപാട് ശരി ചെയ്യുമ്പോൾ കുറച്ച് തെറ്റൊക്കെ പറ്റിയേക്കാം. ആ തെറ്റ് മനസ്സിലാക്കിയാൽ അത് തിരുത്തി പോകുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യുന്ന കാര്യം. അതാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് എന്നെ ഇത് ഒരാൾ മാത്രമല്ല, എന്നെ ഞാനത് യാദൃച്ഛികമായിട്ട് അത് മുഖ്യമന്ത്രി പറഞ്ഞത് അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ. മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം ഞാൻ 2 കൈയും നേടി സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് എന്ന് മാത്രമല്ല, അത് അദ്ദേഹം എന്നോട് മാത്രം ഈ സമൂഹത്തോട് നൽകിയിട്ടുള്ള മഹത്തായൊരു സന്ദേശമാണത്. മാധ്യമക്കാരോടുകൂടെ സന്ദേശമാണത്. നിങ്ങളും ഇത്തരം കൂട്ടുകെട്ടുകളും സംഭവങ്ങളിലേക്കും നിങ്ങളും ആകർഷകരായി പോകരുത്. ഫ്ളാറ്റിലേക്ക് കയറി വന്നവരോട് 5 മിനിറ്റിൽ അധികം സംസാരിച്ചില്ല. ശോഭാ സുരേന്ദ്രനെ തൃശൂരിലോ ഡൽഹിയിലോ കണ്ടിട്ടില്ല. താൻ രാമനിലയത്തിൽ പോയിട്ടില്ല. പോയിട്ടുണ്ടെന്ന് വ്യക്തമാക്കാമെങ്കിൽ ആ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. താൻ ശോഭാ സുരേന്ദ്രനെ കണ്ടത് ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച സമയത്ത് വളരെ ദൂരെ നിന്ന് മാത്രം. എന്നിട്ടും ചില മാധ്യമങ്ങൾ CPM വിടാൻ പോവുകയാണ് എന്ന മട്ടിൽ വാർത്തകൾ നൽകി. BJPയിലേക്ക് പോകാൻ ചർച്ച നടത്തിയത് സുധാകരനാണ്, താനല്ല. ചെന്നൈയിൽ ചർച്ച നടത്തിയെന്ന് സുധാകരൻ തന്നെ സമ്മതിച്ചതുമാണ്. എന്നിട്ടും മാധ്യമങ്ങൾ തനിക്കെതിരെ വാർത്തകൾ നൽകുകയാണ്. പോളിംഗ് ദിവസം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് കൂടുതൽ വ്യാഖ്യാനങ്ങൾ ഇല്ലാതിരിക്കാനാണ്. മുഖ്യമന്ത്രിയെ അടക്കം വലിച്ചിഴച്ചതിനാലാണ് അന്ന് കാര്യങ്ങൾ വിശദീകരിച്ചത് എന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. ഞാൻ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയെന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമായിരുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു. എന്തെങ്കിലും വാർത്ത പറയുമ്പോൾ ഉടനെ ആ വാർത്ത പ്രസിദ്ധീകരിക്കൽ ആണോ മാധ്യമങ്ങൾ ചെയ്യേണ്ടതെന്ന് ഇ.പി. ജയരാജൻ ചോദിച്ചു. സത്യമുണ്ടോ എന്ന് പരിശോധിക്കണ്ടേ? ഗൂഢാലോചന ഗൾഫിലാണ് നടന്നത് എന്ന് സുധാകരൻ പറഞ്ഞാൽ പരിശോധിക്കണ്ടേ? ഞാൻ ഗൾഫിൽ പോയിട്ട് വർഷങ്ങളായെന്നും ഇ.പി. തന്നെ ചതിക്കാൻ ദല്ലാളിനോ മറ്റാർക്കോ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും മനുഷ്യരല്ലേ, തെറ്റുപറ്റും. അതൊക്കെ തിരുത്തി മുന്നോട്ട് പോകുമെന്നും ഇ.പി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ഇടത്തിൽ വ്യാപക പ്രചരണം നടക്കുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ്. ആര്യ തെറ്റ് ചെയ്തിട്ടില്ല. KSRTC ഡ്രൈവറോട് ആര്യ രാജേന്ദ്രൻ നടത്തിയ സ്വാഭാവിക പ്രതികരണം.
ആര്യയെ KSRTC ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ച് അപമാനിച്ചു. ആര്യ ഡിവൈഎഫ്ഐക്കാരിയായതാണ് സൈബർ ആക്രമണത്തിന് കാരണം. ആര്യയെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. അതിനെ പ്രതിരോധിക്കുമെന്നും VK സനോജ് പറഞ്ഞു. തിരുവനന്തപുരം മേയറും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് ആര്യ രാജേന്ദ്രനെതിരായിട്ട് വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി പ്രത്യേകിച്ച് സൈബർ ഇടത്തിൽ അവർക്ക് നേരെ സംഘടിതമായിട്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും അത്തരം കാര്യങ്ങൾ പൂർവാധികം ശക്തിയോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വന്ന ഒരു പ്രശ്നം, അവർ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വാഹനത്തെ അപകടകരമായ നിലയിൽ മറികടക്കാൻ ശ്രമിച്ച ഒരു KSRTC ഡ്രൈവറുമായി ഒരു ചോദ്യം ചെയ്യലും അതുമായി ബന്ധപ്പെട്ട പ്രശ്നവും ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇവരുടെ വാഹനത്തെ ഇവർക്ക് അപകടം വരുന്ന രൂപത്തിൽ മറികടന്നപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായ ഒരു ചോദ്യം ചെയ്യലാണ്. അത് ചോദ്യം ചെയ്തത് ആര്യയാണ് എന്നതുകൊണ്ട്, എന്നാൽ പിന്നെ ഇത് തന്നെ കിട്ടിയ അവസരം എന്ന് കണ്ട് അതിനെ മുൻനിർത്തിയിട്ട് ഊഹാപോഹങ്ങളും അതിനെ മുൻനിർത്തിയിട്ട് വ്യാപകമായിട്ടുള്ള സൈബർ അറ്റാക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ഇടത്തിൽ വ്യാപക പ്രചരണം നടത്തുന്നുവെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ആര്യ തെറ്റ് ചെയ്തിട്ടില്ല. KSRTC ഡ്രൈവറോട് ആര്യ രാജേന്ദ്രൻ നടത്തിയത് സ്വാഭാവിക പ്രതികരണം. ആര്യയെ KSRTC ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ച് അപമാനിച്ചു. ആര്യ ഡിവൈഎഫ്ഐക്കാരിയായതാണ് സൈബർ ആക്രമണത്തിന് കാരണം. ആര്യയെ രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു. അതിനെ പ്രതിരോധിക്കുമെന്നും VK സനോജ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഷമലിന്റെ കൈകളിൽ കൂടി വിരിയുന്നത് ജീവസുറ്റ ഒട്ടനേകം ശില്പങ്ങൾ. അതും മാധ്യമം ഏതെന്നില്ലാതെ കൈകളിൽ എത്തുന്ന എന്തിലും ഷമലിന്റെ കരവിരുത് തെളിയിക്കും. മാർബിളിന്റെ മനോഹാരിതയിലും കളിമണ്ണിന്റെ ചാരുതയിലും വിരിഞ്ഞത് ദൈവങ്ങളുടെ ശില്പങ്ങൾ അടക്കമുള്ളവയാണ്. അറിയാം സിറ്റി ന്യൂസിലൂടെ ഈ കലാകാരനെ. തോട്ടട വെസ്റ്റ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഉത്സവമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ സിറ്റി ന്യൂസ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് ഷമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരവിരുത്. അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ്, ആസ്വദിക്കേണ്ടത് തന്നെയാണ്. എന്തായാലും ഷമൽ നമ്മളോട് ആ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കും. ഷമൽ ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യം നമ്മളോട് പറയും. എൻ്റെ പേര് ഷമലാണ്. ഞാൻ ആശ്രയ സ്കൂളിലെ ഡ്രൈവറാണ്. ഏകദേശം 8 കൊല്ലത്തോളമായി ഡ്രൈവർ. പിന്നെ പണ്ട് മുതലേ വരക്കലുണ്ട്, ചിത്രം വരക്കലുണ്ട്. ഇപ്പം ഏകദേശം ഒരു 5-6 കൊല്ലമായിരിക്കും. ശില്പത്തിൻ്റെ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായിരിക്കും. ഇന്നത് 5ാം ക്ലാസ് പഠിക്കുന്ന സമയം മുതലേ ഞാൻ ചിത്രം വരക്കാൻ എല്ലാത്തിനും ഇത് പെൻസിൽ ഡ്രോയിങ്ങിലാണ് എല്ലാം വരക്കൽ. ഇപ്പം ശില്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 5-6 കൊല്ലമായിരിക്കും. 5-6. ഇതിപ്പോൾ ഈ ഗ്രാനൈറ്റ് ഈ ശില്പങ്ങൾ ഇതൊക്കെ ഇതിലാണ് തീർത്തിരിക്കുന്നത്? ഇതെല്ലാം ക്ലേലാണ് തീർത്തത്. ഇത് ഗ്രാനൈറ്റിൽ കൊത്തിയെടുക്കുന്നതാണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ഉണ്ടാകുന്ന ക്ലേലാണ്. പിന്നെ ഇത് നമ്മൾ ഈ പരുന്ത് ഉണ്ടാക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പിന്നെ ഇത് നമ്മളെ കാർബോർഡിൻ്റെ കാർബോർഡ്. ഇതേ നമ്മുടെ ആനവണ്ടി ശരിക്ക് പിന്നെ ഫോം ഷീറ്റിലാണ് ഇത് വിളിച്ചത്. ഈ KSRTC ബസ് ഉണ്ടാക്കിയ അതുപോലത്തെ വേറെ 2-3-4 ബസ്സുണ്ട്, ലോറിയിലുണ്ട്. അതെല്ലാം ഫോം ഷീറ്റിലുണ്ടാക്കുന്നത്. ഇപ്പോൾ എല്ലാം വരക്കലാണ്. ഈ ഗ്രാനൈറ്റിലാണ് വരക്കുന്നത്. ഈ മുത്തപ്പന് ഇവിടെ സമർപ്പിക്കാൻ എന്താ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരു തിരുവപ്പനും മുത്തപ്പനും ഞാൻ ഉണ്ടാക്കിയ ഒരു ഇതാണ്. ഇത് നമ്മളെ ക്ലേനൊക്കെ ഉണ്ടാക്കിയ രൂപം. അതിപ്പോൾ എവിടെയുണ്ട്? അത് കാവിലുണ്ട്. ഇപ്പോൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. ശരി. അപ്പോൾ ഇത് എത്ര വർഷമായി ഇപ്പോൾ ഇങ്ങനെ ഇതുപോലുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയ ഏകദേശം ഒരു 5-6 കൊല്ലമായിരിക്കും. പ്ലാസ്റ്റർ ഓഫ് പാരീസിലും കാർബോർഡിലും ഗ്രാനൈറ്റിലും വിരിഞ്ഞ ഒട്ടനേകം ശില്പങ്ങൾ. ഇത് ഇടവേളകളിൽ ഷമൽ ചെയ്തെടുത്ത ശില്പങ്ങളാണ്. എല്ലാം ജീവസുറ്റതാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാം. 5ാം വയസ്സിൽ തുടങ്ങിയ ചിത്രരചനയോടുള്ള അഭിരുചിയാണ് പിന്നീട് മാറി മാറി വന്ന് ശില്പകലയോടുള്ള അഭിനിവേശമായി മാറിയത്. പിന്നീട് കൊത്തിയും മിനുക്കിയും രാഗിയും ഉണ്ടാക്കിയത് ദൈവങ്ങളുടേതടക്കം ഒട്ടനേകം ശില്പങ്ങൾ. അതുപോലെ കാർബോർഡും പ്ലാസ്റ്റർ ഓഫ് പാരീസും കുഴച്ചുണ്ടാക്കിയ പരുന്ത്.
ഫോം ബോർഡ് ഉപയോഗിച്ചുണ്ടാക്കിയ ആനവണ്ടി, ശിവൻ, അനന്തശയനം, വിവിധയിനം കോലങ്ങൾ, അങ്ങനെ നിരനിരയായി നിരന്നു നിൽക്കുന്ന നിരവധി നിർമ്മിതികളെല്ലാം ഈ കുറഞ്ഞ വർഷങ്ങളിൽ തന്നെ സ്വായത്തമാക്കിയതും ആണ്. കളിമണ്ണിൽ തീർത്ത തിരുവപ്പൻ്റെയും മുത്തപ്പൻ്റെയും ശില്പങ്ങൾ ഉത്സവനാളിൽ തന്നെ ദൈവത്തിന് സമർപ്പിക്കാൻ ആയത് അനുഗ്രഹമായി ഷമൽ കാണുന്നു. എൻ്റെ രൂപം തന്നെ അന്യാലിപ്പിക്കുന്നു. ഈ രൂപം പതിച്ചത് ഹൃദയത്തെങ്കിലല്ലേ? സായിച്ച കാണുന്ന രൂപോ ഹൃദയത്തിങ്കലല്ലേ? ആ ഹൃദയത്തിങ്കൽ നേത്രം കൊണ്ട് കണ്ട കാര്യങ്ങൾ ഹൃദയത്തിങ്കൽ ഉറപ്പിച്ചു, ഹൃദയത്തിങ്കൽ സൂക്ഷിച്ചു, അല്ലേ? മനസ്സിൽ സൂക്ഷിച്ചു. ആ മനസ്സിൽ വന്നിരിക്കുന്ന ഒരു ഭാവനയിൽ ഒത്തിയെടുത്തു അല്ലേ? സന്തോഷമായി കേട്ടോ. എന്നാലും കാണാനും മുത്തപ്പനും ആഗ്രഹിച്ചിന്. കൊണ്ടത് മാത്രം പറയല്ല, കൊണ്ടത് ആരാമത്തെ കാണും. മുത്തപ്പ അന്വേഷിച്ചേ, കൊണ്ടതാളുടെ മുത്തപ്പ കാണണ്ടേ? സ്വീകരിക്കാം മുത്തപ്പൻ കേട്ടോ. അവിടെയാ നിരവധി സ്ഥലങ്ങളിൽ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ ആയതും ഷമലിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായിട്ടുണ്ട്. തോട്ടട വെസ്റ്റ് UPU സ്കൂളിലും കിഴുന്ന ശ്രീ മുച്ചിലോട്ടുകാവിലും മുഴപ്പിലങ്ങാട് ശ്രീ കൂറുമ്പക്കാവിലും കണ്ണൂർ സ്റ്റേഡിയം കോർണറിലും പ്രദർശനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 14 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനമായിരുന്നു മറക്കാനാവാത്തതെന്നും ഷമൽ പറഞ്ഞു. തോട്ടട ആശ്രയം സ്പെഷ്യൽ സ്കൂൾ ബസ് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ഷമലിനെ വീട്ടുകാരുടെ പരിപൂർണ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ പ്രദർശനങ്ങൾ ഒരുക്കാൻ കഴിയുന്നതെന്നും പറഞ്ഞു. കളിമണ്ണിൽ തീർക്കുന്ന ശില്പങ്ങൾ പൂർത്തിയാവാൻ വലിപ്പത്തിനനുസരിച്ച് ഒരാഴ്ച വരെ സമയമെടുക്കും. എന്തു തന്നെയായാലും ഒരിക്കലെങ്കിലും ഈ കരവിരുത് കണ്ടിട്ടുള്ളവർക്ക് വീണ്ടും കാണണം എന്ന് തോന്നുക തന്നെ ചെയ്യും. ഷമലിനെ നമ്മുടെ സിറ്റി ചാനൽ പ്രേക്ഷകർക്കായി നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കരവിരുത്, ഇദ്ദേഹത്തിൻ്റെ കഴിവ്. ക്യാമറമാൻ രഞ്ജിക്കൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD, എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. AVK നായർ റോഡ്, തലശ്ശേരി. MO റോഡ്, തൃശൂർ. വാർത്തയിലേക്ക്. EP ജയരാജൻ അഴിമതിയുടെ കൊട്ടാരം സൂക്ഷിപ്പുകാരനാണെന്ന് K സുധാകരൻ. അദ്ദേഹത്തെ തൊട്ടാൽ കൊട്ടാരം കത്തും. പിണറായി വിജയൻ അടക്കം പല പ്രമുഖരും ജയിലിൽ പോകേണ്ടി വരും. അതിനാൽ തന്നെയും പാർട്ടി ഒരു നടപടിയും സ്വീകരിക്കില്ലെന്നും K സുധാകരൻ രൂക്ഷമായി വിമർശിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടും എന്നും സുധാകരൻ വ്യക്തമാക്കി. ഞാൻ വളരെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് ഒരു നടപടി ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയോ? ജയരാജൻ ആ ഒരു അഴിമതിയുടെ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കത്തും, കൊട്ടാരം മൊത്തം കത്തും. അതുകൊണ്ട് ജയരാജനെ നോവിക്കാനോ ജയരാജനെ അലസരപ്പെടുത്താനോ CPM-ന്റെ ഒരു നേതൃത്വം ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ കണ്ടില്ല ഇന്നലെ സെഞ്ചുറി അടിച്ചുമ്പോൾ ക്രിക്കറ്റ് പ്ലെയർ പോകുന്ന പോലെയല്ലേ ജയരാജൻ പോയ? എന്തോ ഒരു മനസ്സമാധാനത്തിലാ ഒരാളെ പോക്ക് പറയും. അപ്പോൾ ഇതിപ്പോൾ അയാളെ തൊട്ടാൽ ഞാൻ പറഞ്ഞു പിണറായി വിജയനടക്കം കാത്തുകൊണ്ടിരുന്നു. ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്ന് കെ സുധാകരൻ. EP ജയരാജനെതിരെ CPM നടപടിയെടുക്കാത്തതിൽ കടുത്ത ഭാഷയിലാണ് സുധാകരൻ വിമർശിച്ചത്. EP ജയരാജനെതിരെ പാർട്ടി ഒരു നടപടിയും കൈക്കൊള്ളില്ല. ജയരാജൻ അഴിമതിയുടെ കൊട്ടാരം കാത്തുസൂക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കക്ഷിയാണ്. അദ്ദേഹത്തെ തൊട്ടാൽ കൊട്ടാരം മുഴുവൻ കത്തും. അതുകൊണ്ടാണ് ജയരാജനെ അലോസരപ്പെടുത്താനോ CPM നേതൃത്വം തയ്യാറാവാത്തതെന്നും കെ സുധാകരൻ പറഞ്ഞു. അയാളെ തൊട്ടാൽ പിണറായി വിജയൻ അടക്കം ജയിലിൽ പോകേണ്ട സ്ഥിതിയാണ്. പലരും ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിണറായിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജയരാജനെതിരെ നടപടിയെടുക്കാത്തതെന്നും കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവിടുമെന്നും സുധാകരൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഗോവിന്ദൻ മാഷ് ഡീൽ മാഷായെന്ന് BJP ദേശീയ സമിതി അംഗം PK കൃഷ്ണദാസ്. BJPയെ തോൽപ്പിക്കാൻ തീവ്രവാദ സംഘടനയുമായി ഡീൽ നടന്നു. ജയരാജന്മാർക്കും സുധാകരന്മാർക്കും BJPയിലേക്ക് സ്വാഗതമെന്നും ജൂൺ 4-ന് ശേഷം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് BJPയിലേക്ക് വരാൻ ധൈര്യം വർദ്ധിക്കുമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത തീവ്രവാദ സംഘടനകളാണ് LDF-ന്റെയും UDF-ന്റെയും പ്രചരണ അജണ്ട നിശ്ചയിച്ചത്. തീവ്രവാദ സംഘടനകൾക്ക്, ഭീകര സംഘടനകൾക്ക് കേരളത്തിൽ നടത്തേണ്ട പ്രചരണം അത് LDF-നെ കൊണ്ടും UDF-നെ കൊണ്ടും നടത്തിച്ചു. LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടും എന്ന് തിരിച്ചറിഞ്ഞ രണ്ട് മുന്നണികളും മുസ്ലിം വോട്ടുകൾ കൗശലപൂർവ്വം കരസ്ഥമാക്കാനുള്ള നീക്കമാണ് നടത്തിയത്. അതിനായുള്ള മത്സരമാണ് നടത്തിയത്. ആ മത്സരത്തെ നേരത്തെ നോക്കിക്കണ്ട തീവ്രവാദ സംഘടനകള് അവരുടെ അജണ്ട ഇരു മുന്നണികൾക്കും നൽകി. തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അവർക്ക് കേരളത്തിൽ മതവികാരം ആടിക്കത്തിക്കണം, അവർക്ക് വളർന്ന് വലുതാകാനുള്ള, വളർന്ന് പന്തലിക്കാനുള്ള രാഷ്ട്രീയ സാഹചര്യം, സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് മതവികാരത്തെ ആളിക്കത്തിച്ചുകൊണ്ട് അതിൽ നിന്നാണ് മത തീവ്രവാദ സംഘടനകൾ, ഭീകര സംഘടനകൾ വളർന്നു വരേണ്ടത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ശിവൻ ജയിലിൽ പോയെന്ന് ശിവശങ്കറെ ഉദാഹരിച്ച് കൃഷ്ണദാസ് പറഞ്ഞു. തിരഞ്ഞെടുപ്പിൽ LDF-ന്റെയും UDF-ന്റെയും അജണ്ട നിശ്ചയിക്കുന്നത് മത തീവ്രവാദ സംഘടനകളാണെന്നും പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന പേടിയിൽ CPM ഉൾപ്പെടെ കൗശലപൂർവ്വം ഉള്ള നീക്കങ്ങളാണ് നടത്തിയത് എന്നും കൃഷ്ണദാസ് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ തീവ്രവാദ സംഘടനകൾ അവരുടെ അജണ്ട നിശ്ചയിക്കുകയും ചെയ്തു. വികസനത്തെക്കുറിച്ച് ഇരു മുന്നണികളും ഒന്നും മിണ്ടിയില്ലെന്നും കൃഷ്ണദാസ് കണ്ണൂരിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വടക്കൻ കേരളം വരൾച്ചയിലേക്ക്. കണ്ണൂർ ഉൾപ്പെടെ 3 ജില്ലകളിൽ വേനൽ മഴയുടെ കുറവ് 90%-ലധികമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. കണ്ണൂരിൽ 62%-ലധികം മഴ പെയ്യേണ്ടിടത്താണ് ഭീമമായ ഒരു കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ വരും ദിവസങ്ങളിലെ കാര്യങ്ങളിൽ ജനങ്ങൾ ആശങ്കയിലാണ്. വേനൽമഴ മാറി നിൽക്കുന്നത് വടക്കൻ കേരളത്തിൽ വരൾച്ചാ ഭീഷണി ഉയർത്തുന്നുണ്ട്. മധ്യ തെക്കൻ കേരളത്തിൽ ഭേദപ്പെട്ട മഴ കിട്ടുമ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ വേനൽ മഴയിൽ വലിയ കുറവാണ് ഉണ്ടായത്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ശരാശരി പെയ്യേണ്ട മഴയേക്കാൾ 90%-ലധികം കുറവാണ് ഈ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രേഖപ്പെടുത്തിയത്. 57.3 മില്ലിമീറ്റർ പെയ്യേണ്ട കാസർഗോഡ് 3.6 മില്ലിമീറ്റർ മാത്രമാണ് പെയ്തത്. 94% കുറവാണ് ഇവിടെ. കണ്ണൂരിൽ 62.5 പെയ്യേണ്ടിടത്ത് 5.9 മില്ലിമീറ്ററാണ് പെയ്തിട്ടുള്ളത്. 91% കുറവാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. കോഴിക്കോട് 4.7 മില്ലിമീറ്ററാണ് ഇതുവരെ പെയ്ത മഴ. 97.3 മില്ലിമീറ്റർ പെയ്യേണ്ട സ്ഥാനത്താണ് ഇവിടെയും മഴ കുറവ് ലഭിച്ചത്. 95% കുറവാണ് രേഖപ്പെടുത്തിയത്. 136.3 മില്ലിമീറ്റർ പെയ്യേണ്ടിടത്ത് 51.8 മില്ലിമീറ്റർ മാത്രമാണ് കേരളത്തിൽ ഇതുവരെ പെയ്ത മഴയുടെ കണക്ക്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുതിർന്ന CPM നേതാവും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന OV നാരായണൻ വിടവാങ്ങി. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു അന്ത്യം. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, മാടായി മണ്ഡലം സെക്രട്ടറി, അവിഭക്ത മാടായി ഏരിയ സെക്രട്ടറി, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.
ഒ.വി. നാരായണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി. വിനയാനിതനായ പെരുമാറ്റത്തിലൂടെ ഏവരുടെയും സ്നേഹാദരം ഏറ്റുവാങ്ങി പൊതുപ്രവർത്തകനായിരുന്നു ഒ.വി. നാരായണൻ എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഏഴോം ഓലക്കൽ തറവാട്ടിൽ 1939 ജൂൺ 5 ജനനം. ഏഴോം ഹിന്ദു LP സ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. മാടായി ഹയർ എലിമെന്ററി സ്കൂളിൽ ESSLC പാസായി. ദാരിദ്ര്യം മൂലം തുടർ പഠനം നടന്നില്ല. 6 മാസത്തോളം ജോലി തേടി ഊട്ടിയിലേക്ക്. 6 മാസത്തോളം ചായക്കടയിൽ തൊഴിലാളി. നാട്ടിൽ മടങ്ങിയെത്തി കർഷക തൊഴിലാളി. 1959 വരെ ഈ തൊഴിലിലും വ്യാപൃതനായി. ഇതിനിടെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനുമായി. അടിയന്തരാവസ്ഥയിലും ഉൾപാർട്ടി പ്രതിസന്ധികളിലും ജില്ലയിലെ പാർട്ടിയെ ഒരു പോറലുമേൽക്കാതെ സംരക്ഷിക്കുന്നതിൽ ഒ.വി. നാരായണൻ കാണിച്ച ധീരതയും സംഘടനാ വൈഭവവും ശ്രദ്ധേയമാണ്. ക്ലേ ആൻഡ് സെറാമിക് ചെയർമാൻ, കണ്ണൂർ സ്പിന്നിംഗ് മിൽ ചെയർമാൻ, കെൽട്രോൺ ഡയറക്ടർ, മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. 2021 എരിപുരത്ത് നടന്ന CPIM ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു. നിലവിൽ CPM മാടായി ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ്. മാടായി ബാങ്ക് ജീവനക്കാരനായിരുന്നു. ജില്ലയിൽ CPMനെ വളർത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച നേതാവാണ് ഒ.വി. നാരായണൻ. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കല്യാശ്ശേരി മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും നൽകി. ഏപ്രിൽ 28 പുലർച്ചെ ശാരീരിക അസ്വസ്ഥതയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സാധാരണ പാർട്ടി അംഗത്തിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വരെയായി ഉയർന്നു. സംഘാടകൻ, സഹകാരി, ഭരണകർത്താവ് എന്നീ നിലകളിലെല്ലാം അടയാളപ്പെട്ടു. പാർട്ടി സിദ്ധാന്തവും പ്രയോഗവും കൂട്ടിയിണക്കുന്നതിൽ അസാമാന്യ പാടവമുള്ള നേതാവായിരുന്നു ഒ.വി. ശാന്തവും സൗമ്യവും പെരുമാറ്റത്തിലൂടെ എതിരാളികളിൽ പോലും മതിപ്പുളവാക്കി. പാർട്ടിയും പ്രവർത്തകരുടെയും ജനങ്ങളുടെയും മനസ്സിൽ ഒ.വി. എന്ന ചുരുക്കപ്പേരിൽ നിറഞ്ഞുനിന്നു. കാർഷിക ഗ്രാമമായ ഏഴോത്തെ കൃഷിക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ച ഒ.വി. കർഷക സംഘത്തിന്റെ ജില്ലാ പ്രസിഡന്റായി 16 വർഷവും പ്രവർത്തിച്ചു. മലയോര കർഷകരുടെ പ്രശ്നങ്ങളിലടക്കം ഇടപെടാനും സമരങ്ങൾ നയിക്കാനും ഈ അനുഭവ പാഠം സഹായകരമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച ഘട്ടത്തിൽ കാർഷിക മേഖലയിലടക്കം നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധ പിടിച്ചുപറ്റി. സഹകരണ മേഖലയുടെ ഭാവനാപൂർണമായ ഇടപെടലിലൂടെ മുന്നോട്ട് നയിച്ചു. കേരള സെറാമിക്സും സ്പിന്നിംഗ് മില്ലും ഉൽപാദനക്ഷമമാക്കുന്നതിൽ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ച കാലയളവിൽ ജില്ലയിലെ വിദ്യാഭ്യാസ മികവിന് അടിത്തറയും പാകി. കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച സഹനസമര ഭരിതമായൊരു ജീവിതത്തിന്റെ കൂടി വിടവാങ്ങലാണ് ഒ.വി. നാരായണന്റെ വിയോഗം. മാടായി ഏരിയ കമ്മിറ്റി അഗാധമായ ദുഃഖവും അനുശോചനവും പ്രകടിപ്പിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. രാജ്യസേവനത്തിൽ നിന്ന് 30 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച എളയാവൂരിലെ വിനോദ് കുമാറിന് കണ്ണൂർ സോൾജേഴ്സ് ടീം സ്വീകരണം ഒരുക്കി. വലിയന്നൂരിലും എളയാവൂർ അമ്പലം പരിസരത്തുമായിരുന്നു സ്വീകരണം. ഒപ്പം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണവും അനുമോദനവും നൽകി. എളയാവൂർ തൃക്കോത്ത് വീട്ടിൽ പരേതനായ ഗോവിന്ദൻ നമ്പ്യാരുടെയും കാർത്തിയാനി അമ്മയുടെയും മകനായി ജനിച്ച വിനോദ് കുമാർ 1994 ഏപ്രിലിലാണ് ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഭാഗമായത്. എഞ്ചിനീയറിംഗിന് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒട്ടുമിക്ക എല്ലാ സംസ്ഥാനങ്ങളിലും സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരത്തിനും അർഹനായി. തന്ത്രപ്രധാനമായ ഓപ്പറേഷൻ റിനോ, ഓപ്പറേഷൻ മേഘദൂത്, ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ പരാക്രം, ഓപ്പറേഷൻ രക്ഷക് എന്നീ ദൌത്യങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇന്ത്യൻ മിലിറ്ററി ട്രെയിനിംഗ് ടീമിന്റെ ഭാഗമായി തജാക്കിസ്ഥാൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ MEG സെന്ററിൽ ഫീൽഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇൻസ്ട്രക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2014 മെയ് 18 ജമ്മു കാശ്മീരിലെ അക്നൂർ സെക്ടറിൽ ബട്ടൽ എന്ന പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിന്റെ ഭാഗമായി ബോർഡർ ആക്ഷൻ ടീം എന്ന പാകിസ്ഥാൻ പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിൽ പാകിസ്ഥാനികളായ 6 തീവ്രവാദികളെ വധിച്ചിട്ടുണ്ട്. ഈ ഓപ്പറേഷനിൽ ഗുരുതരമായി പരിക്കേറ്റ് വലതുകാൽ മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ടി വന്നു. ധീരതയും സാഹസികതയും മാനിച്ച് 2015 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് രാഷ്ട്രപതിയുടെ ധീരതാ പുരസ്കാരമായ മെൻഷൻ ഇൻ ഡിസ്ലാച്ചിന് അർഹനായത്. ദീർഘകാലത്തെ ചികിത്സയ്ക്ക് ശേഷം ആർട്ടിഫിഷ്യൽ ലിംബുമായി തന്റെ കർമ്മരംഗത്ത് വിനോദ് കുമാർ സജീവമായി. മിലിറ്ററി എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ സേവനം അനുഷ്ഠിച്ചു. സുദീർഘമായ 30 വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നാണ് ഇപ്പോൾ വിരമിച്ചിട്ടുള്ളത്. ഭഗവതി സേവ വൈസ് പ്രസിഡന്റ് TP സതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സദാനന്ദൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. ഒരുപാട് പരിപാടിയിൽ ഈ ആദരിക്കൽ എന്ന പേരിൽ തന്നെ സംഘടിപ്പിച്ച ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. കുട്ടികളെ A+ കിട്ടിയ കുട്ടികളെ ആദരിക്കുക, റാങ്ക് നേടിയ മിടുക്കന്മാരായ മിടുക്കികളായ കുട്ടികളെ ആദരിക്കുക, കർഷക അവാർഡ് നേടിയ കർഷകരെ ആദരിക്കുക, വീട്ടമ്മമാരെ ആദരിക്കുന്ന ചടങ്ങ്,
അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങ്, ഒരുപാട് ചടങ്ങുകൾ ഇതുപോലെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സൈനികനെ ഇതുപോലെ സ്വീകരിച്ചാനയിച്ച് വേദിയിലിരുത്തി ആദരിക്കുന്ന ഒരു ചടങ്ങിൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ഈ പട്ടാളക്കാരുടെ ജീവിതം നമ്മൾ നേരിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. തുടർന്ന് ഹാരാർപ്പണവും അനുമോദനവും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് നടന്നത്. ഭഗവതി സേവാ സമിതി, അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്ത്, ഉപാസന കലാ സാംസ്കാരിക വേദി, ബാലഗോകുലം, ഹരിശ്രീ സ്വയം സഹായ സംഘം, പാഞ്ചജന്യം സ്വയം സഹായ സംഘം, സേവികാ സമിതി, പ്രവാസി കൂട്ടായ്മ എന്നിവരായിരുന്നു ഹാരാർപ്പണം നടത്തിയത്. റിട്ടയർഡ് രക്ഷാധികാരി കേണൽ രാംദാസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സൈന്യ മാതൃശക്തി പ്രസിഡന്റ് കേണൽ സാവിത്രി അമ്മ, കണ്ണൂർ സോൾജിയേഴ്സ് ടീം പ്രസിഡന്റ് സുബേദ ലിജേഷ്, ജന്മഭൂമി റെസിഡന്റ് എഡിറ്റർ എ ദാമോദരൻ, പൂർവ്വ സൈനിക് സേവാ പരിഷത്ത് PR രാജൻ, രാമകൃഷ്ണൻ, KK സുജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിനോദ് കുമാർ മറുമൊഴി ഭാഷണവും നടത്തി. രാജ്യത്ത് തന്നെ ആദ്യത്തെ സൈനിക കൂട്ടായ്മയും ഏറ്റവും വലിയ സൈനിക കൂട്ടായ്മയുമായ കണ്ണൂർ സോൾജിയേഴ്സിന്റെ എന്റെ ചങ്കായ മിത്രങ്ങളെ, ഞാനിവിടെ നിങ്ങളുടെയൊക്കെ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ നിങ്ങൾ എനിക്ക് തന്ന ആദരവ് രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച പൂർവ്വ സൈനികർക്കും അതുപോലെ രാജ്യത്തിന് വേണ്ടി ഇന്നും തൻ്റെ യൗവനം സമർപ്പിക്കുന്ന ധീരരായ സൈനികർക്കും സമർപ്പിക്കുകയാണ്. എന്നെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഞാൻ എന്നെക്കുറിച്ച് പറയുന്നത് വെറും ഒരു ഭംഗിവാക്കായി മാറും. കാരണം എന്നെ ഞാനാക്കിയത് നിങ്ങളാണ്. നിങ്ങളുടെയൊക്കെ വീട്ടുമുറ്റത്തും നിങ്ങളിൽ ഒരാളായും കളിച്ചു വളർന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്നത് എൻ്റെ യൗവനം ഞാൻ രാജ്യത്തിന് സമർപ്പിച്ചു. അത് ഈ നിൽക്കുന്ന ഓരോ സൈനികനും തൻ്റെ ഇടനെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, ഞാൻ എൻ്റെ യൗവനം സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. മകന്റെ ഓർമ്മയ്ക്കായി ചിത്രമതിൽ ഒരുക്കി ഒരമ്മ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിന് സമീപത്തെ മതിലിൽ ഒരുക്കിയ ചിത്രങ്ങൾ മകൻ അർജുൻ കെ ദാസ് എന്ന യുവചിത്രകാരന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത്. അമ്മയുടെ പിറന്നാൾ സമ്മാനം കൂടിയാണിത്. NID വിദ്യാർത്ഥി കൂടിയായിരുന്ന അർജുൻ തന്റെ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് 2015 ജൂൺ 20-നാണ് ലോകത്തോട് വിട പറഞ്ഞത്. മാത്തിൽ സ്വദേശിയായ കരുണാദാസിന്റെയും മോഹൻദാസിന്റെയും മകനാണ് അർജുൻ. മകൾ ആദ്യ കെ ദാസ് ബംഗളൂരിൽ ഡിസൈനറാണ്. അമ്മയുടെ പ്രോത്സാഹനവും പ്രചോദനവും ഉൾക്കൊണ്ട് ബാല്യം മുതൽ രണ്ടുപേരും വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്തായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ രണ്ടുപേരും ഒട്ടേറെ സമ്മാനങ്ങളും വാരിക്കൂട്ടിയിട്ടുണ്ട്. അവൻ കുഞ്ഞുനാൾ മുതൽ വരച്ച 75-ൽ പരം ചിത്രങ്ങൾ കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമിയുടെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ലളിതകലാ അക്കാദമിയുമായി സഹകരിച്ച് കുട്ടികൾക്കായുള്ള ചിത്രകലാ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും ആ ദേശത്തിന്റെ മഹത്വം സാധാരണക്കാരന് കാണാൻ ഉതകുന്ന വിധമുള്ള ചുമർ ചിത്രങ്ങൾ കൂട്ടുകാരോടൊത്ത് അർജുൻ വരച്ചിട്ടുണ്ട്. 2015-ൽ കോഴിക്കോട് ചുമരിൽ വരച്ച സിറ്റി ഓഫ് സ്പൈസസ് എന്ന വാസ്കോഡഗാമയുടെ കാരിക്കേച്ചർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് അർജുന്റെ സുഹൃത്തുക്കൾ ചേർന്ന് കോഴിക്കോട് സരോവരം പാർക്കിലും ചിത്രം തയ്യാറാക്കിയിരുന്നു. ആ കരുത്തിന്റെ ആവേശത്തിലാണ് കണ്ണൂരിലും ചുമർ ചിത്രങ്ങൾ ഒരുക്കിയത്. ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ ഷോറൂമിൽ മെഗാ വെഡിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി. മിസ് കണ്ണൂർ ഗോൾഡ് മെഡലിസ്റ്റും മിസ് കേരള സിൽവർ മെഡൽ ജേതാവുമായ സ്നേഹ സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വെഡിംഗ് പർച്ചേസിനും നറുക്കെടുപ്പോ മറ്റു ഉപാധികളോ ഇല്ലാതെ ഉടനടി സമ്മാനം എന്നതാണ് ഫെസ്റ്റിന്റെ പ്രത്യേകത. വ്യത്യസ്തമായ ഓഫറോടുകൂടിയാണ് മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഉടനടി ഉപഭോക്താക്കൾക്ക് നൽകുന്നു. നറുക്കെടുപ്പും മറ്റു ഉപാധികളും ഒന്നുമില്ലാതെ തന്നെ സമ്മാനം പർച്ചേസിനൊപ്പം നൽകുന്നു എന്നതാണ് പ്രത്യേകത. ഇവിടെ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഈ പന്തലിലേക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് ബോർഡ് ഇമേജ് മിസ് കേരള സിൽവർ ജേതാവുമായ മിസ് കണ്ണൂർ ഗോൾഡ് മെഡലിസ്റ്റുമായ സ്നേഹ സജീവനാണ്. സ്നേഹ സജീവനെ ഇമ്മാനുവൽ കുടുംബത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. സ്നേഹ സജീവന് ഇമ്മാനുവൽ സിൽക്സിന്റെ പേരിൽ 1000 അഭിനന്ദനം ആദ്യം അറിയിക്കുന്നു. നമ്മുടെ മെഗാ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കസ്റ്റമേഴ്സിനും പർച്ചേസ് ചെയ്യുന്ന 50,000 മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും ഉപാധികളോ നറുക്കെടുപ്പോ ഇല്ലാതെ TV, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ എന്നിവ
സമ്മാനമായി നൽകുന്നു. ഇപ്പോൾ ഒന്നുമില്ല, പർച്ചേസ് കഴിഞ്ഞ് പോകുമ്പോൾ ഈ സാധനം കസ്റ്റമേഴ്സിനെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുത്ത് കൊണ്ടുപോകാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ കർമ്മം നിർവഹിക്കുവാൻ നമ്മുടെ സ്നേഹസജീവനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷത്തെ മെഗാ വെഡിങ് സെയിൽസിന് നല്ലൊരു തുടക്കം കുറിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു സുവർണാവസരം എല്ലാവരും വിനിയോഗിക്കട്ടെ എന്ന് ഭാഷയെ ആശംസിക്കുന്നു. ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഇമാനുവൽ സിൽക്സിന് 1000 ആശംസ. 50,000 രൂപയ്ക്ക് മുകളിൽ വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്നവർക്ക് LED TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നിവ സമ്മാനമായി ഉടനടി നൽകും. ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, വെഡ്ഡിംഗ് ലാച്ചകൾ, വെഡ്ഡിംഗ് സ്യൂട്ട്, ഷർവാണി, വെഡ്ഡിംഗ് ധോത്തി തുടങ്ങി ഒരു വിവാഹത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഏവരുടെയും ബഡ്ജറ്റിന് ഇണങ്ങിയ വിലയിലും ഡിസൈനിലും, കൂടാതെ ബ്രാൻഡഡ് വസ്ത്രങ്ങളും ജെന്റ്സ് വെയറുകളും ലേഡീസ് വെയറുകളും കിഡ്സ് വെയർ തുടങ്ങി എല്ലാവിധ സെക്ഷനിലും ഏറ്റവും പുതിയ ട്രെൻഡ് ഫാഷൻ വസ്ത്രങ്ങളും അതിവിപുലമായ ശേഖരം ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഒരു പുത്തൻ അനുഭവം തന്നെയാണ് ഇവിടെ എത്തുന്ന ഓരോ ഉപഭോക്താവിനും ലഭിക്കുന്നത്. എല്ലാ വിവാഹ പർച്ചേസ് ചെയ്യുന്നവരും ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഇമ്മാനുവൽ സിൽക്സ് മാനേജ്മെന്റ് പറഞ്ഞു. ചടങ്ങിൽ ഷോറൂം മാനേജർ മുഹമ്മദ് ഫാറൂഖ് ബിബി, മാർക്കറ്റിംഗ് മാനേജർ മനോജ് നമ്പ്യാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാവുന്നു. നമസ്കാരം.